മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ലാലേട്ടൻ. ലാലേട്ടന്റെ മകൾ ആദ്യമായി സിനിമയിലേക്ക് എത്തുകയാണ്. തുടക്കം എന്ന സിനിമയിലൂടെയാണ് വിസ്മയ സിനിമയിലേക്ക് എത്തുന്നത്. ജൂഡ് ആന്റണിയാണ് സിനിമ സംവിധാനം ചെയ്തത്. ആശീർവാസിന്റെ പ്രൊഡക്ഷനിലാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ചിത്രം ഓഗസ്റ്റ് 7-ാം തീയതിയാണ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം വിസ്മയുടെ ഒരു പോസ്റ്റ് വലിയ രീതിയിൽ തന്നെ വൈറലായിരുന്നു. ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ലാലേട്ടന്റെ വാലെ ചുറ്റി നടന്ന് 2-3 സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഈ രവി എന്ന് പറയുന്ന ഒരു എക്സ് മിലിറ്ററി, ഈ രവി എന്ന് പറഞ്ഞാൽ മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും അതിന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ തലയ്ക്കകത്ത് ചാണകം കയറിപ്പോയി കഴിഞ്ഞാൽ ഫിലമെന്റ് അടിച്ചു പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലാലേട്ടന്റെ മകളെക്കുറിച്ച് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ട് ഈ നിമിഷം വരെ ലാലേട്ടൻ അതിന് ഒരു മറുപടി പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും പല ആളുകളും ഇതിനെ വിമർശിച്ചും അനുകൂലിച്ചൊക്കെ രംഗത്ത് വരെ നമ്മൾ കാണുന്നുണ്ട്. ശാന്തിവിള ദിനേശൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഉരുളയ്ക്കുപ്പേരി പോലെയാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്. കിടുക്കാച്ചി ഒരു മറുപടി ഈ പറയുന്ന രവിമാമൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ മിണ്ടിയില്ലെങ്കിലും പലരും ഇവർക്ക് വേണ്ടി മിണ്ടാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇവനെ പോലുള്ള ഊളകളുടെ ഒന്നും പടത്തിനകത്ത് അഭിനയിക്കാതിരിക്കുക എന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെഴുകി മറിയാനിരിക്കുന്നതും അറിയാം. പക്ഷേ ഇത്രയും മോശമായ രീതിയിൽ മകളെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും ഒരക്ഷരം പോലും മിണ്ടാതെ മൗനം പാലിക്കുന്ന ലാലേട്ടനെ കുറിച്ച് ഓർക്കുമ്പം സത്യത്തിൽ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. ഈ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ളൊരു സമരത്തിന് തലയ്ക്കകത്ത് വിവരവും ബോധവുമുള്ള എല്ലാവരും അതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നപ്പോൾ പ്രണവ് മോഹൻലാൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല, മോഹൻലാൽ ഇതിനെക്കുറിച്ചിട്ടൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. വിസ്മയ മോഹൻലാലിനെ നമ്മൾ കാണേണ്ടത്. വിദ്യാഭ്യാസമുള്ള കുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ ആ കുട്ടി ഒരു പരാമർശം നടത്തിയപ്പോൾ വിയറ്റ്നാമിൽ പഠിച്ചതാണ്, അതുകൊണ്ട് ആ കുട്ടിക്ക് രാഷ്ട്രീയ ബോധമില്ല, ആ കുട്ടിക്ക് വിവരമില്ല എന്നൊക്കെ പറയുന്ന ഈ വിവരം കെട്ടവന് ദേ നമ്മുടെ ശാന്തിവിള ദിനേശൻ കൊടുക്കുന്ന മറുപടി മാസ് കേട്ടോ. വിസ്മയെ തിരുത്തുന്നു. വിദേശത്ത് എവിടെ പോയി പഠിച്ചതുകൊണ്ട് വിസ്മയുടെ തലയിൽ ആൾ താമസമില്ല, രാജ്യ താല്പര്യം. രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ താല്പര്യവും ഒക്കെ നീയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളൊക്കെ പഠിക്കാനുള്ളത്. വിസ്മയെ പഠിപ്പിക്കുന്നു. വിദേശത്ത് പഠിച്ചത് കാരണം വിസ്മയ എന്ന് പറയുന്നില്ല, മായ തേങ്ങ. വിസ്മയ്ക്ക് രാജ്യത്തോട് കൂറില്ല. ആലോചിക്ക്, നാണത്തിൻ്റെ തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ മിസ്റ്റർ മോഹൻലാൽ, നിങ്ങൾ വീണ്ടും ഈ മനുഷ്യൻ്റെ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ആൻ്റണി, അങ്ങനെ മോഹൻലാൽ ഈ മനുഷ്യന് ഇനി ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അന്ന് മോഹൻലാലുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം. സ്വന്തം ചോരയിൽ ജനിച്ച മോളെ കൊത്തിക്കീറി പറിക്കാനായിട്ട് പരസ്യമായി വിസ്മയ്ക്കെതിരെ വാചകമടിക്കുന്ന മേജർ. പിന്നെ വേറൊരാളെ ഞാൻ പറയുന്നില്ല, മറ്റേ കോഴിക്കോട്ട് അല്ല തൃശ്ശൂർ എവിടെയോ ലേലുലു എന്ന് പറയുന്ന ഒരു ഒട്ടകം ഉണ്ടല്ലോ. ഈ ഒട്ടകവും ചപ്പും ചവറും ചുണ്ണാമ്പുകളും എല്ലാം കൂടെ ചേർന്ന് നമ്മളെ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നിട്ട് അതിനെല്ലാം പറയുന്നത് രാജ്യസ്നേഹം, ഇവൻ്റെയൊക്കെ കുടുംബവകയാണ് രാജ്യസ്നേഹം. നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് നമുക്ക് സ്നേഹമില്ലേ? ഇവനൊക്കെ അധികാരത്തിൽ വന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവന്മാർ ഭരിക്കുമ്പോൾ മാത്രമാണ് രാജ്യസ്നേഹം വരുന്നത്. പറഞ്ഞാൽ കൂടിപ്പോവും. എന്തായാലും എന്നിട്ട് പറയുക, വിസ്മയ അഭിനയിച്ച സിനിമ വന്നാൽ ഞങ്ങൾ കാണില്ലെന്ന്. 40 വർഷം 42 വർഷമായി മോഹൻലാൽ സിനിമയിൽ വന്നിട്ട്. അന്ന് നീയൊക്കെ സിനിമ കണ്ടിട്ടല്ല മോഹൻലാൽ താരമായി വളർന്നത്. മോഹൻലാലിനെ ജാതിയില്ലാതെ മതമില്ലാതെ രാഷ്ട്രീയമില്ലാതെ അയാൾ അഭിനയിക്കുന്നതിൻ്റെ അത്ഭുതം കണ്ട് സ്ക്രീനിൽ കണ്ടാണ് ആളുകൾ തിയേറ്ററിൽ കയറുന്നത്. നിൻ്റെ ഒന്നും ഒരു ഓശാരും വേണ്ട, നീയൊന്നും സിനിമ കാണണ്ടെന്നേ. എമ്പുരാൻ വന്നപ്പോഴും പറഞ്ഞു ഞങ്ങൾ കാണൂലെന്ന്. നിന്നെയൊക്കെ ആരെങ്കിലും സിനിമ കാണാൻ വിളിക്കുന്നുണ്ടോ? വേറെ പണി നോക്കടാ ചാണക തലയന്മാരെ. വിസ്മയുടെ പടം വന്നാൽ കാണൂല. ഞാനിതാ ഇപ്പോൾ പറയുന്നു, വിസ്മയ അഭിനയിച്ചത് ചിലപ്പോൾ ഒരു തല്ലിപ്പൊളി പടമായിരിക്കാം. കേരളത്തിലെ യുവജന സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് ആ കുട്ടിയോടൊപ്പം അണിനിരന്ന് ആ സിനിമ സൂപ്പർ ഹിറ്റാക്കണമെന്ന് ഞാൻ പറയും. ആന്റണിക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, വിസ്മയെ വിജയിപ്പിക്കണം. കാരണം മോഹൻലാലിന് പോലും ഇല്ലാത്ത ആർജവം, ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാത്ത പ്രണവിന് പോലും ഇല്ലാത്ത ആർജവം വിസ്മയെ പോലെ ഒരു കുട്ടി കാണിച്ചപ്പോൾ പറയാണ്, ഈ മേജർ പറയാണ് അവൾ വിദേശത്ത് പഠിച്ചുകൊണ്ട് രാജ്യസ്നേഹമില്ലാന്ന്. ഇയാളെ നാക്ക് പുഴുക്കില്ലെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. മോഹൻലാലിൻ്റെ കുടുംബത്തിനോ രാജ്യസ്നേഹം ഇല്ലാത്തവരാണോ? തൻ്റെ ഉണക്ക പാർട്ടിയെ പിന്തുണച്ചാൽ മാത്രമേ രാജ്യസ്നേഹം വരുള്ളൂ. എനിക്ക് ഒരുപാട് ചൊറിഞ്ഞു വരുന്നു മേജറെ. വൃത്തികെട്ട വർത്തമാനം പറയുന്നതിനൊക്കെ ഒരു ഒരു എന്താ പറയുക, അതിർവരമ്പ് വേണം. പൊള്ളിച്ചല്ലേ. ഇനി ഇതിലും നല്ലൊരു മറുപടി ആ വേട്ടാവളിയിൽ ഇനി കിട്ടാനില്ല. കാരണം രാജ്യത്തിൻ്റെ ജവാനായി കുറേ നാൾ ഇവനൊക്കെ ജോലി ചെയ്തതാണ്. നമ്മുടെയൊക്കെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി
അങ്ങ് അതിർത്തി വരമ്പുകളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു യഥാർത്ഥ ഇന്ത്യൻ മിലിറ്ററിക്കാരന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് കുറേ നാളുകളായിട്ട് ഈ ചാണകം തലയിൽ കയറിയതിനു ശേഷം ഇയാൾ ഇങ്ങനെ പിച്ചും പിഴിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വിസ്മയ മോഹൻലാൽ ഒരൊറ്റ പോസ്റ്റ് ഇട്ടതോടുകൂടി ആദ്യത്തെ സിനിമയ്ക്ക് ഇത്രയധികം റീച്ച് കിട്ടുമെന്ന് ഒരു പക്ഷേ ചിലപ്പോൾ അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ സംഘികൾ എവിടെ കയറി കുളം കലക്കാൻ നോക്കുന്നോ അവിടെയെല്ലാം ഈ നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾക്കാർ വലിയ സപ്പോർട്ടുമായിട്ട് വരും. അതാണ് ഇന്ന് വിസ്മയ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ മകൾക്കും ലഭിച്ചിരിക്കുന്നത്. അത് ആ സിനിമയ്ക്കും പോസിറ്റീവായിട്ട് കിട്ടും. പിന്നെ ഈ സംഘികൾ സിനിമ കാണാൻ വരുത്തില്ല എന്ന് പറയുന്നത്, എടാ നീയൊക്കെ വന്നിട്ട് ഏതെങ്കിലും സിനിമ വിജയിച്ച ചരിത്രം ഉണ്ടാകും. ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ഇറങ്ങിയ സമയത്ത് 30 മിനിറ്റ് ഗുജറാത്ത് കലാപം പച്ചയായി ചിത്രീകരിച്ച ഒരു സിനിമ. ആ സിനിമ കണ്ടിട്ട് ഹാലിളകി ഈ സിനിമ മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് വന്ന നീയൊക്കെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ അറിയാം. എന്നിട്ട് ഇവിടുത്തെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ആ സിനിമ കയറി കണ്ടു എന്നുള്ളതാണ്. ഈ സംഖ്യകൾ എന്ന് പറയുന്നവന്മാർ നേരം വെളുത്ത് എന്തെങ്കിലുമൊക്കെ അടിച്ച് വലിച്ചു കയറ്റിട്ട് ഇവർ തിയേറ്ററിൽ വരുമെന്ന് തോന്നുന്നുണ്ട്. ഈ സിനിമ വ്യവസായത്തെ പോലും തകർക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സംഖ്യകളെ നമ്മളിപ്പോൾ AMMA എന്ന് പറഞ്ഞ സംഘടനയിൽ നമ്മൾ കണ്ടു. അതിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ കോടി രൂപയാണ് BJP കൊടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന നമ്മുടെ BJPയുടെ ഭാഗമായി, അതായത് 2020യുടെ ഭാഗമായി BJPയിൽ മത്സരിച്ചിട്ടുള്ള ലവൻ ആ പാർട്ടി വിട്ടു എന്ന് കേൾക്കുന്നുണ്ട്. ലവനെ നമ്മൾ അവസരവാദി എന്നേ വിളിക്കത്തുള്ളൂ. കാരണം അവന് കിട്ടേണ്ട ചാൻസ് അവൻ കയറി അങ്ങോട്ട് മുതലാക്കി അവസാനം നാട്ടുകാരെല്ലാം കൂടെ കാലേവാരി നിരത്തടിച്ചപ്പോഴത്തേക്ക് ഇത് ശരിയല്ല എന്ന് തോന്നിയിട്ട് അവനിപ്പോൾ വീണ്ടും പഴയ മാളത്തിലേക്ക് കയറാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ലാലേട്ടൻ്റെ മകൾ വിസ്മയക്കെതിരെ ഈ പറയുന്ന രവി നടത്തിയിരിക്കുന്ന ഈ ഒരു പരാമർശം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മാമൻ അങ്ങോട്ട് ഏറിലോട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാമൻ്റെ തലയിലിരിക്കുന്ന ചാണകം മാറാത്തിടത്തോളം കാലം മാമൻ ഇനി നന്നാവും തോന്നില്ല. എന്തായാലും ശാന്തിയുള്ള ദിനേശൻ കൊടുത്തിട്ടുള്ള ഈ മറുപടി മാസം എന്ന് പറഞ്ഞാൽ പോരാ, കൊലമാസം. ഇത് സത്യത്തിൽ പുള്ളി നിർത്തിപ്പോയതിൽ എനിക്കൊരു വിഷമമുണ്ട്. കാരണം കുറച്ചും കൂടെ ഒന്ന് കേൾക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിച്ചു അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.